കേട്ടിരിക്കുന്ന ഒരു സുഹൃത്ത് ഇപ്പോഴും ഉണ്ടോ? മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും നിങ്ങളെ കേട്ടിരിക്കുന്ന ഒരാൾ, ഒരു മനസ്സ് ഈ ദുനിയാവിലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് സുഹൃത്തായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഫ്രണ്ടായിക്കോട്ടെ, രണ്ടും ഒന്നാണല്ലേ. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയി, സോറി കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു മനസ്സ് ഈ ദുനിയാവിലുണ്ടോ? എങ്കിൽ ചേർത്ത് പിടിച്ചോളൂ. കാരണം ഇനി ഒരിക്കലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ ദുനിയാവിലെ. നമ്മളിങ്ങനെ ബ്ലാ 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 എന്ന് പറയുമ്പോൾ പലരും എണീറ്റ് പോകാറുണ്ടല്ലേ. പക്ഷെ ഇതൊക്കെ കേട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരികയും നമ്മളെ കൂടെ നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? അവർ നമ്മളെ കേൾക്കാൻ തയ്യാറാണ്, അത്രയും ക്ഷമ ഉള്ളവരാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് കേൾക്കാൻ പറ്റുന്നത് അത്രയും സമാധാനത്തോടു കൂടി. എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നതേ ഇല്ല. അതല്ലാത്ത ആൾക്കാരാണ് ഏത് പ്രശ്നാവസ്ഥയിലും നമുക്കൊരു സ്ഥാനം തന്നുകൊണ്ട് നമ്മൾ ഫോൺ വിളിച്ചാൽ ഹലോ എന്ന് പറയുന്ന മറുപടി പറയാൻ അവരപ്പുറത്തുണ്ടെങ്കിൽ അത്തരം സുഹൃത്തുക്കളെ കളയാതെ പിടിച്ചോട്ടാ. കാരണം എന്തെന്നറിയോ, അതൊക്കെ നിധികളാണ്, പിന്നൊരിക്കൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. സോ അത്തരത്തിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങ് ചേർത്ത് പിടിച്ചോളൂ കേട്ടോ. ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പോകരുത്. കാരണം ഒരാളെ കേട്ടിരിക്കുക എന്ന് പറയുന്നത്, നമ്മളെ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ ഏറ്റവും വലിയൊരു എനർജിയാണ്. നമുക്ക് ഏതൊരു പ്രശ്നം വന്നാലും അവരോട് പോയി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്കൊരു അഡ്വൈസ് എടുക്കണമെങ്കിൽ അവരോട് പോയി ചോദിക്കാൻ പറ്റും. അവരെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകുന്നവരാണ്. സോ അങ്ങനെയുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഞാൻ നിങ്ങളുടെ മുഫി. ഇത്തരം കുഞ്ഞു കുഞ്ഞു ചിന്തകളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ.